ഒക്ടോബർ 6 27-ാം ആഴ്ചയിലെ തിങ്കൾ. ലൂക്ക 10:25 മുതൽ 37 വരെ വാക്യങ്ങൾ. കുറച്ച് കാലം മുമ്പ് ഒരു പത്രത്തിൽ ദാരുണമായ ഒരു കഥ റിപ്പോർട്ട് ചെയ്തിരുന്നു. 11 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയും അവൻ്റെ അനിയത്തിയും ഒരു അപകടത്തിൽപ്പെട്ടു. ആ 2 കുട്ടികളും ഹൈവേയിൽ മുറിവേറ്റ് കിടക്കുമ്പോൾ ഡസൻ കണക്കിന് കാറുകൾ അവരെ ചുറ്റിത്തിരിഞ്ഞ് മുന്നോട്ട് പോയി. പക്ഷേ ആരും സഹായിക്കാൻ നിന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ട്രക്ക് ഡ്രൈവർ വണ്ടി നിർത്തി അവരെ സഹായിക്കാനായി മുന്നോട്ട് വന്നപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോഴും ഞാൻ അത് ഓർക്കുമ്പോൾ നടുങ്ങിപ്പോകുന്നു. ഞങ്ങൾ വണ്ടി നിർത്തി എന്തെങ്കിലും ചെയ്യുന്നത് വരെ ആരും അവിടെ നിർത്തിയില്ല. ആളുകൾ ഞങ്ങളുടെ നേരെ ഹോൺ മുഴക്കി മൃതദേഹങ്ങൾ സൈഡിലോട്ട് മാറ്റിവെക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് കടന്നു പോകാൻ. വളരെ മോശമായ പെരുമാറ്റമായിരുന്നു ജനങ്ങളുടേത്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയ്ക്ക് ബൈബിൾ കാലത്തെ പോലെ ഇന്നും പ്രസക്തിയുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ന്യായപ്രമാണ പണ്ഡിതനോട് പറയുന്നു, ഏറ്റവും വലിയ കൽപ്പന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെയും സ്നേഹിക്കുക മാത്രമല്ല, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതും കൂടിയാണ്. ഈ നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ യേശു നമ്മുടെ അയൽക്കാരനെ നിർവചിക്കുന്നത് വംശം, ലിംഗഭേദം, സാമൂഹിക പദവി, പ്രായം, രാഷ്ട്രീയമോ മതപരമോ ആയ വിശ്വാസങ്ങൾ എന്നിവ കണക്കിലെടുക്കാതെ നമ്മുടെ സമീപത്തുള്ള ഏതൊരാളെയും എന്നാണ്. നമ്മുടെ അയൽക്കാരെ നിരീക്ഷിക്കാനും പ്രത്യേകിച്ച് അവരുടെ ആവശ്യ സമയങ്ങളിൽ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അസൗകര്യം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് കുറേ നേരത്തേക്ക് പുറത്താകാൻ നിർബന്ധിക്കുമ്പോൾ പോലും ദാനധർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ തേടാനും അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവരായിരിക്കാൻ അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ വായന സ്വയം ചോദിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മൾ ഒത്തിരി തിരക്കിലായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഇന്നത്തെ ലോകത്ത് നമ്മിൽ മിക്കവർക്കും ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ച് അപരിചിതരോട്. ഒരു പരിധിവരെ ഇത് നല്ല ഉപദേശവുമാണ്. എന്നിരുന്നാലും ഇന്നത്തെ സുവിശേഷത്തിലെ വംശം, മതം അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഭിന്നതയുണ്ടെങ്കിലും ആവശ്യക്കാരായവരെ സമീപിക്കാനും അവരെ പരിപാലിക്കാനും യേശു നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സഹായം ആവശ്യമുള്ള ഒരാളിലേക്ക് നമ്മുടെ കണ്ണുകളും മനസ്സും ഹൃദയവും തുറക്കാം. അവരെ പരിപാലിക്കാൻ നമുക്ക് കഴിയാവുന്നത് ചെയ്യാം. യേശുവിൻ്റെ കണ്ണുകൾ ഉണ്ടായിരിക്കുകയും എല്ലാവരെയും അവൻ കാണുന്ന പോലെ കാണുകയും ചെയ്യുക. അതായത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരാളെ കാണുവാൻ സാധിക്കുക വലിയൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.